അപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഉഡായി പോയിട്ടാണ്. നീറ്റ് എക്സാം വരാനായി, കീം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം വലിച്ചു വാരി പഠിക്കുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉഡായി പോയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ചങ്കളെ, നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ടെന്നേ. ക്വസ്റ്റ്യനുകൾ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയാം. ഇതിനകത്ത് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു ചാർജ് ക്യൂ, ഇതിനെ മുറിച്ച് വെക്കാനാണ് പറഞ്ഞത്. നമ്മൾ മുറിച്ച് വെച്ചു ഒരു ചെറിയ ചാർജ് ക്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇതിന്ന് കുറയ്ക്കണ്ടേ? അപ്പോൾ ക്യൂ മൈനസ് ക്യൂ ആയിട്ടാണ് നമുക്ക് മുറിച്ച് വെക്കാൻ പറ്റുക. ഇങ്ങനെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് അല്ലേ, ഇവർ ഭയങ്കരമായിട്ട് റിപ്പൽ ചെയ്യും. ഇവർ ചങ്കുകളില്ല, ഇവർ കട്ട് ഓഫ് ആയിട്ടാണ്. അപ്പോൾ അത് ഇവർ തമ്മിൽ അടിപിടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ റിപ്പൽ ചെയ്ത്. അപ്പോൾ ഇനി മാക്സിമം റിപ്പൽഷൻ കിട്ടണം, ഒരു നിലക്ക് ഇവർ അടുക്കരുത്. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ മുറിക്കണം? അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 കൂളുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 9 1 മുറിക്കാം, 8 2 മുറിച്ച് വെക്കാം, 7 3 വെക്കാം, 6 4 വെക്കാം, 5 5 വെക്കാം. അപ്പം നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് Q1 Q2 എന്നാണ് നമ്മുടെ കൂളും ഫോഴ്സ് വരിക. അപ്പം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 9 1 9, 8 2 16, 7 3 21, 6 4 24, 5 5 25. കണ്ടോ, മാക്സിമം വന്നത് എപ്പോഴാ? ഹാഫ് വെച്ചപ്പോൾ. അപ്പം 2 പേരും കൂടി അങ്ങ് റിപ്പൽ ചെയ്തോളുന്നേ. അപ്പോൾ ഈ ക്യൂ ഉണ്ടല്ലോ, മുറിച്ച് വെക്കുന്ന ക്യൂ. അപ്പോൾ ഈ മുറിച്ച് വെക്കുന്ന ക്യൂ എന്ന് പറഞ്ഞാൽ വലിയ ക്യൂവിൻ്റെ പകുതിയായിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് 2 ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കൂടെ? അത് തന്നെയാണ് ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ ഇതൊന്നും തിയറി ഒന്നും ഈ തിയറി പോലും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ചാർജ് ക്യൂ ഡിവൈഡഡ് ഇൻറ്റു ക്യൂ ആൻഡ് ക്യൂ മൈനസ് എന്ന് കേട്ടാലേ നിങ്ങൾ ഈ ചെറിയ ചാർജിൻ്റെ ഒരു മടങ്ങായിരിക്കുമല്ലോ എന്തായാലും വലിയ ചാർജ്. അത്രയേ ഉള്ളൂ. അത് ഡബിളാണ്. ക്യൂ ഇസിക്കൽ ടു 2Q. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ കോമ്പറ്റേറ്റീവ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ചങ്കുകൾ ഒരുപാടുണ്ട്. അവർ നമ്മളോട് ഡയറക്റ്റ് ഡൗട്ട് ചോദിക്കാറുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ സമയത്തിനനുസരിച്ച് ഒക്കെ ഫ്രീ ആട്ടോ. അപ്പം അതിനകത്ത് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നമ്മൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ഊരിയിട്ട് പിന്നൊക്കെ ഊരിയിട്ടേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. അതിനകത്ത് എന്ത് പേടിക്കാനാ, നമ്മളല്ലേ അതിനകത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ഡയറക്റ്റ് ചോദിക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് ഒക്കെ അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റിയലി ഹെൽപ്ഫുൾ ആണ്. ഇനി ഇതൊരു സംഭവം, ഇത് വേറൊരു സംഭവം കേട്ടോ. ഇതൊരു ചാർജ് ക്യൂ, അതേപോലെ ഒരു ചാർജ് ക്യൂ. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് സെൻറ്റർ തന്നെയല്ലേ, അളന്ന് നോക്കാനൊന്നും ഞാനില്ല, എന്തായാലും നിങ്ങൾ സെൻറ്ററാണെന്ന് വിചാരിച്ചാൽ മതി. ഇതാണ് ഇവിടെ ഒരു ചാർജ് വെക്കുക. എന്നിട്ട് ഇവർ അടിപൊളിയായിട്ട് സമാധാനത്തിലാണ്, ഇക്വിലിബ്രിയം. അപ്പോൾ ഇവർ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇപ്പം ഈ ഒരു ചാർജ് എന്തായിരിക്കണം എന്നാണ്. അപ്പം നിങ്ങളൊന്നും നോക്കണ്ട, ഇങ്ങനെ സമാധാനത്തിലിരിക്കുകയാണെങ്കിൽ സമാധാനം കിട്ടണമെങ്കിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നെഗറ്റീവാണെന്ന് വിചാരിച്ചാൽ മതി. നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ ഇവർക്ക് ഇങ്ങോട്ടേക്ക് ഒരു ആകർഷണം. അപ്പം അതിനകത്ത് എന്താണ്, നല്ല സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. ദാറ്റ്സ് ഓൾ. അപ്പം എന്താണ്, ഇത് നെഗറ്റീവാണ്. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവാണ്. അത് മാത്രമല്ല, ഈ വലിയ ക്യൂ ഉണ്ടല്ലോ അതിൻ്റെ by4 ആണ്. അപ്പം Q/4 ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ സമാധാനത്തിലിരിക്കുന്ന പ്ലസ് ക്യൂ ആണ്. ഈ ചാർജ് ക്യൂ പ്ലേസ്ഡ് അറ്റ് സെൻറ്റർ ആണ്. ലൈൻ ജോയിനിങ് 2 ഈക്വൽ പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, മൈനസ് ആയിരിക്കും. മറ്റേതിൻ്റെ Q/4 ആയിരിക്കും നടുക്കുള്ള ചാർജ്. ഇത്രയേ ഉള്ളൂ. ആൻസർ പോയിട്ട് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് അങ്ങ് ടിക്ക് ചെയ്യുക. വേറെ ഒന്നും നോക്കി നിൽക്കണ്ട, അതിന് സമയമില്ലല്ലോ നമുക്ക്. ഇനി ഇത് നോക്കിയേ നിങ്ങൾ, ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഈ സെറ്റപ്പ് ഇങ്ങനെ തരും. ഒരു സെറ്റപ്പ്, ഇവർ ബോൾ ഇങ്ങനെ ഇവർ തമ്മിൽ ഫുൾ ഇങ്ങനെ റിപ്പൽഷൻ ആട്ടോ, അങ്ങനെ അടുക്കില്ല, പ്ലസും അല്ലേ. അപ്പം നമ്മൾ ഇവരെ മാറ്റി ഒന്നുകൂടി ഇങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട്, അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ദൂരം നമ്മൾ എന്തായിരുന്നു, y ആയിരുന്നു. അതിപ്പം എന്തായിന്നറിയോ, y/2 ആയി. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ R2 ആണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ R1 ആക്കിയെടുക്കുക. അപ്പം ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? പോയാ ഇല്ല, അങ്ങനെയൊന്നും വിടൂല, നമ്മൾ തീരാതെ വിടൂല നിന്നെ. അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, ഈ രണ്ടാമത്തെ ഈ റിലേഷൻ ഉണ്ടല്ലോ, ഈ R1 R2, ഈ ദൂരം R2 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ദൂരം ഉണ്ടല്ലോ അത് ഇവിടെ ഇപ്പോൾ y എത്രയായി നോക്കുക. ആദ്യത്തെ കേസിൽ y ആയിരുന്നു. ഇതാണ് ഫസ്റ്റ് കേസ്, നിങ്ങൾ മാറിപ്പോണ്ട. ഇത് രണ്ടാമത്തെ കേസിൽ എന്താ, y എന്തായി, y/2 ആയി. അപ്പോൾ അതിൻ്റെ y-ൻ്റെ താഴെ എന്താടാ, 2 അല്ലേ. ആ 2നെ പിടിച്ച് ഇവിടെ കൊണ്ടുവരിക. ആ 2നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്യൂബ് റൂട്ട് എന്നാക്കി വിടുക. അപ്പോൾ ഇതാ വരിക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കാം, നിങ്ങൾ y/8 എന്ന് വന്നു. അപ്പോൾ എന്താ, ഒന്നുമില്ല. രണ്ടാമത്തെ ദൂരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദൂരത്തിൻ്റെ അകലത്തിൻ്റെ
ക്യൂബ് റൂട്ട് അതിൻ്റെ വൈൻ്റെ താഴെ 8 അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആൻസർ ഇതാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് വാച്ചെങ്കിൽ നമുക്ക് നേരിട്ട് കാണണം. അങ്ങനെ മറിഞ്ഞിരുന്ന് നമുക്ക് പറ്റില്ല, നമുക്ക് നേരിട്ട് കണ്ടിട്ട് ചോദിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും ഒരു +4q, അതേ ഒരു +4q. ഇനി നടുക്കൊരു -q വെച്ചാൽ ഇവർ അൺസ്റ്റേബിൾ ആട്ടോ. കാരണം ഇയാളെങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്, ഇയാളെങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും ഒന്നിങ്ങോട്ട് നീങ്ങിയാണ്ടല്ലോ ഇവൻ ഇങ്ങോട്ട് വലിക്കും. അത് തന്നെ. അപ്പോൾ സ്റ്റേബിലിറ്റി ഒക്കെ അങ്ങ് പോകുന്നു. ഇവർ ഭയങ്കര അൺസ്റ്റേബിളാണ്. അപ്പം ഒരു പ്ലസ് നടുക്ക് മൈനസ് ആണെങ്കിൽ അൺസ്റ്റേബിൾ എന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ആൾ ഓഫ് ദ ചാർജസ് ആർ ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നങ്ങ് തട്ടിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇനിയിപ്പം നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കാൻ പോകണ്ട. അപ്പോൾ നമ്മൾ പോവില്ലേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ അതിനകത്ത് ഇതിലും വലിയ ഉടായിപ്പോയിട്ടാണ് നമ്മളായിട്ടാ കളി. നമ്മൾ അതിലും വലിയ ഉടായിപ്പോയിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇത് നോക്കിയേ, +4q. ഇത് കണ്ടോ, +q. അങ്ങനെയാണെങ്കിൽ ഇതിനടക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് r. ഇനി നമ്മൾ വേറെ ഒരാളെ കൊണ്ടുവരാൻ പോവാണ്. പോയിന്റ് ചാർജ് q, വലിയൊരു ക്യൂവിനെ വെക്കാൻ പോവാണ് ഫ്രം സ്മോളർ ചാർജ്. ഈ ക്യൂന്ന് ഇവിടെ ഒരു ഇതിൽ വെച്ചു. അപ്പോൾ ഈ അകലെ x ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എക്സ് എന്താണെന്നാണ് നമ്മൾ കാണേണ്ടത്. എന്തൊക്കെ പരിപാടിയല്ലേ, മനുഷ്യൻ്റെ സമാധാനം കളിയാ. ഇവന്മാരോരോ ചാർജിനൊക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തായാലും സാരില്ല, നമുക്ക് മാർക്ക് വാങ്ങിക്കണം, നമുക്ക് കീ മടിക്കണം, അതുപോലെ നീറ്റ് അടിക്കണം ഒക്കെ വേണ്ടവർക്ക്. എന്തായാലും എക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇത് ക്യൂ ആണ്, അതിൻ്റെ 4 മടങ്ങല്ലേ. അപ്പം നിങ്ങൾ ആദ്യത്തെ ദൂരം എന്താ, 6 അല്ലേ. അപ്പം നിങ്ങൾ പുതിയ ദൂരം എന്ന് പറഞ്ഞാൽ പഴയ ആ 2 ചാർജിൻ്റെ ഇടയ്ക്കുള്ള ഫസ്റ്റത്തെ ആ ദൂരം, ടോട്ടൽ ദൂരം 6ൻ്റെ എത്ര മടങ്ങാ ചാർജ് നോക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പം 4 മടങ്ങാണ്. അപ്പം 4 + 1. അപ്പം ഇതിങ്ങനെ മടങ്ങാവുമ്പോഴാട്ടോ ഈ ട്രിക്ക്, അല്ലാത്തപ്പോൾ വേറൊരു ട്രിക്ക് ഉണ്ട്. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രിക്ക് ഇങ്ങനെയാണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് q1/√q1 + √q2 ഇൻറ്റു r. അപ്പോൾ അത് നമ്മളിപ്പം തൽക്കാലം അതിനെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് ഈ ഒരു ട്രിക്കാണ്. ഇത് ഒന്ന് +q, മറ്റേത് അതിൻ്റെ മടങ്ങും ആവുമ്പോഴല്ല കേട്ടോ. ഇനിയിപ്പം ഇത് +q, ഇത് 16q ആണെന്ന് വിചാരിക്കും. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? അപ്പോൾ പുതിയ ദൂരം, ചെറിയ ചാർജ് എന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വലിയ r/ ഈ √16 എടുക്കുക +1. ഇപ്പോൾ അത് 16q, അതെ. അപ്പം ഇവിടെ r/4 + 1 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ r/5 വരിക. ഇപ്പം ഈ കേസിൽ എന്താ വരിക, നമ്മുടെ ആൻസർ 2 + 1 r/3 ആണ് വരിക. അപ്പോൾ ചെറിയ ചാർജിൽ നിന്ന് r/3 അകലത്തിലായിരിക്കും, വലിയ ചാർജ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2r/3 ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇനി ചാർജസ് ഒക്കെ സെയിം ആണെങ്കിൽ ഇപ്പോൾ +q, ഇവിടെ +q. അപ്പോൾ അതിനകത്ത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, ഇതിൻ്റെ ഇടയിലായിരിക്കും എന്ത് വരിക, നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് വരിക. അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പം ഒന്ന് +4q, ഒന്ന് ചെറിയ +q ആണെങ്കിൽ അത് രണ്ടും ഒരേ ചാർജ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ തന്നെ ആയിരിക്കും, പക്ഷേ ചെറിയ ചാർജിൻ്റെ അടുത്തായിരിക്കും. അതിനകത്ത് എന്താണ് ഇവന്മാർക്കൊരു കളി. അപ്പോൾ ഇതിൻ്റെ ചാർജിൻ്റെ ഇവിടെ അടുത്തായിരിക്കും ഇക്വിലിബ്രിയം പോയിന്റ്. ഇനി ഒന്ന് +4q, ഒന്ന് -q ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ സൈഡിലായിരിക്കും ഇക്വിലിബ്രിയം പോയിന്റ് വരും. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തിയറി നമ്മൾ പോകുന്നില്ല. തിയറിയൊക്കെ അടുത്ത കൊല്ലത്തേക്കുള്ള ബാച്ചിൽ നമ്മൾ അടിപൊളിയായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ പറയും. അപ്പോൾ ഇലക്ട്രോൺ ഈസ് മൂവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇതെന്താ സംഭവം എന്നറിയോ? സിമ്പിളാണെന്നേ. നിങ്ങൾ ഇങ്ങനെ ബോറൊന്നും അടിക്കല്ലേ. നമ്മളിപ്പം 8 മിനിറ്റായി. അപ്പം ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റൊക്കെ. നമ്മൾ ഇതിനകത്ത് ഇപ്പം ഞാൻ കഥയൊന്നും പറയുന്നില്ല. എനിവേ, ഇവിടെ ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇലക്ട്രോണാണ് ഹൈഡ്രജൻ. അത് അറിയാത്തവരില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിന് ബാലൻസ് ചെയ്യുക ഒരു പ്രോട്ടോണാണ്. അപ്പോൾ +e, ഇത് -e. ഇതിൻ്റെ ഇടയ്ക്കുള്ള ദൂരം 6. അപ്പം നിങ്ങൾ കൂളംസ് ലോ അപ്ലൈ ചെയ്യടാ. 1/4πε0 +e ഇൻറ്റു -e ബൈ അതിൻ്റെ r². അപ്പോൾ എന്താ വരിക, അതായത് കൂളം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -e². അപ്പോൾ ഇതിനെല്ലാം കൂടി ഇവർ k എന്ന് ഇവിടെ കൊടുത്തതാട്ടോ, അല്ലാണ്ട് പേടിക്കാനൊന്നുമില്ല. അപ്പം -ke²/r². പക്ഷേ അവിടെ സ്ക്വയർ അല്ല, 6ന് ക്യൂബ് ആക്കിക്കണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ നമ്മൾ പഠിച്ചു വെക്കണം. അടിയിൽ ഇങ്ങനെ ഇക്വേഷനിൽ സ്ക്വയർ ഒക്കെയാണ്, പക്ഷേ താഴെ അവർ ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിലേ നമ്മളവിടെ യൂണിറ്റ് വെക്ടറോട്ട് കുടിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ നിങ്ങൾ അതൊന്നും കണ്ട് പേടിക്കണ്ട. -k, ഇവിടെ ഒരു r³ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഇവിടെ ഒരു r വെക്ടർ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ വലിച്ചു വാരി പഠിപ്പിക്കാനൊന്നും ഞാനില്ല.
അതിനകത്ത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഉടായിപ്പോയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ താഴെ R³ ആണ്, നമുക്ക് കൂളംസ് ലോ പ്രകാരം R² ആണ് വരേണ്ടത്. താഴെ R³ ആണെങ്കിൽ മേലെ ഒരു R വെക്ടർ ഉണ്ടാവും, അത്രേ, അതൊന്ന് വിചാരിച്ചാൽ മതി. അല്ല പിന്നെ അടുത്തത് നമുക്കൊരു സ്ഫിയർ ഇവർ പറഞ്ഞിരിക്കുന്നു. ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു സ്ഫിയർ, അതിൻ്റെ ആറാണ് ആരം. അപ്പം 3r/2 ഇലക്ട്രിക് ഫീൽഡ്, 3r/2 പറഞ്ഞാൽ 3ന്റെ പകുതി എന്താടാ 1.6. 1.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകില്ലേ, അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പുറത്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് E ആണ്. അപ്പൊ ചോദ്യം ഇതാണ്, r/2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സ്ഫിയറിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പൊ നിങ്ങൾ r/2 എന്നോ ആറിന്റെ അപ്പുറത്തേക്ക് പോവാതെ സ്ഫിയറിന്റെ ഉള്ളിൽ വരുന്ന എന്ത് r ആണെങ്കിലും നിങ്ങൾ 3r/4 മുക്കാലോ ഒക്കെ ആയിക്കോട്ടെ, എന്താ വരിക? 0 വരിക. അപ്പൊ സ്ഫിയറിന്റെ ഉള്ളിലാണോ എന്ന് നോക്കിയാൽ മതി. അപ്പം ഇതിനകത്ത് r/1, അപ്പൊ r/2 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ദ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിസ്റ്റൻസ് r/1/2 എന്ന് പറഞ്ഞാൽ എന്താ 0.5 അല്ലേ? ആ രീതിയിൽ നിങ്ങൾ നോക്കുക. 3/4 എന്ന് പറഞ്ഞാൽ 0.75 അല്ലേ? അപ്പൊ അങ്ങനത്തെ എന്ത് വാല്യൂ വന്നാലും ഉള്ളിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരിക. ഇനി ഇത് കുറച്ച് ഒരു സംഭവമാണ്, എന്നിരുന്നാലും കുഴപ്പമില്ല. ഒരു ചാർജ് +q, വേറെ ഒരു ചാർജ് -q. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിന്നോട്ടെ. ഡിസ്റ്റൻസ് നമുക്ക് d ആക്കി എടുക്കാം. അപ്പോൾ ആദ്യത്തെ ഫോഴ്സ് എന്താ വരിക? 1/4πε0 q എന്ന് പറയില്ല, അപ്പോൾ q²/d². ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു 25% എന്ന് പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞാൽ കാലല്ലേ, അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാല് മാറ്റി, അപ്പോൾ q - q/4 ആണ് ഇവിടെ വരിക. ഇവിടെ ആ കാല് ഇവിടെ കൊടുത്തു, അപ്പോൾ +q/4. ഇവിടെ -q ആണ് ഓൾറെഡി, അപ്പോൾ അതിക്ക് +q/4. അപ്പോൾ ഇതിൽ നിന്ന് കാല് കുറച്ചാൽ ഇവിടെ 3 ഫുള്ളിൽ നിന്ന് കാല് കുറച്ചാൽ എന്താ മുക്കാല്, 3q/4. അപ്പോൾ ഇവിടെയാണെങ്കിലോ -q + q/4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? എന്താ ഇപ്പോൾ വരിക? ഇവിടെ -3q/4 അല്ലേ? അപ്പോൾ ഇത് കുറക്കണ പോലെ തന്നെ അല്ലേ, മൈനസ് വരും. അപ്പം ഇത് രണ്ടും കൂടി ചെയ്തു എന്നാൽ ഇത് പിന്നെ ഗുണിക്കണ്ടേ? ഇവിടെ നമ്മൾ f എടുക്കുമ്പോൾ 1/4πε0 × 3q/4 × 3q/4 എന്ന് പറയുമ്പോൾ 3 3 9 വരും. അടിയിൽ 4 × 4 വരും. അപ്പം 9/16 f ആണ് വരിക. അപ്പം ഇതാണ് ഇതിൻ്റെ ട്രിക്ക്, ഈ 3 × 3 × 3. അപ്പം അത് ഇവിടുന്ന് നിങ്ങൾ എടുക്കണം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം എന്താ പറയുക, 75% ട്രാൻസ്ഫർ ആയി. അപ്പോൾ 75% ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കേസിൽ എന്തെടുക്കണം? q - 3q/4. രണ്ടാമത്തേക്ക് എന്ത് കൊടുക്കണം? -q + 3q/4. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒന്നിന്ന് മുക്കാല് കുറച്ചാൽ q/4 പ്ലസ് ആട്ടോ, q/4. ഇവിടെ എന്ത് വരും? മുക്കാലിൽ നിന്ന് 1 കുറച്ചാൽ -q/4 അല്ലേ? അപ്പോൾ ആൻസർ എന്താ വരിക? ആൻസർ 1 × 1 അടിയിൽ 4 × 4. അപ്പോൾ നിങ്ങൾക്ക് കത്തിയില്ലേ സംഭവം? 1/16 f ആണ് അപ്പോൾ വരിക. അപ്പോൾ അതുപോലെ ഇതിനകത്ത് ഉടായിപ്പ് ഇതാണ്. ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ε0, ഇതിനകത്ത് ഇത് നിങ്ങൾ കാണാം, ഇവിടെ ε0 കേട്ടോ. ε0ന്റെ പെർമിറ്റിവിറ്റി എന്നാണ് ഇതിനെ വിളിക്കുക. പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അതിനകത്ത് f = നിങ്ങൾക്ക് അറിയാം 1/4πε0 q1 q2/r² ആണ്. അപ്പോൾ ഇതിന്ന് ε0നെ ഇങ്ങോട്ട് എടുക്കുക, അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക, എഫിനെ അതിൻ്റെ സ്ഥാനത്തേക്കും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ 1/f ആവും, q1 q2/r². ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോഴ്സ് താഴെ ന്യൂട്ടൺ വന്നു, അപ്പോൾ 1/N. പിന്നെ മേലെ കൂളുമ്പ് വന്നു, കുളുമ്പ്. ഇപ്പം എങ്ങനെ എഴുതുന്നത്? CO, അതെ, കൂളുമ്പ് എഴുതാൻ എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. /m². ഇന്നിപ്പോൾ ആർക്കും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഇതിന് താഴെ ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് വന്നു, താഴെ ന്യൂട്ടൺ. ഇനിയിപ്പോൾ അതുമല്ല ε0ന്റെ ആണെങ്കിൽ നിങ്ങളെ പാവം നമ്മുടെ ന്യൂട്ടൺ അടിയിൽ ഒറ്റയ്ക്കാന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാ ന്യൂട്ടൺ, കൂളുമ്പ് മേലെ കൂളുമ്പ് 2 ഉണ്ട്, അടിയിൽ ന്യൂട്ടൺ m². അപ്പോൾ ഒന്നുമില്ല, ε0ന്റെ കാണാനേ എഫിനെ അതിൻ്റെ അടി കൊണ്ടുവന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ q1 കൂളും²/ഡിസ്റ്റൻസ് m². ബാക്കി എഫിനെ ഇതിനെ ഇങ്ങോട്ട് മാറ്റുന്ന ആ ഒരു ട്രിക്ക് മാത്രം ആലോചിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ε0 ആലോചിക്കാൻ പോയിട്ട് മണിക്കൂറുകൾ എടുത്ത സമയം കളയരുത്. അപ്പോൾ ഇതിനകത്ത് എഫിന് ഇതിനകത്ത് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 1/4πε0 q1 q2/r² എന്നല്ലേ നമ്മുടെ കൂളും സാറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ε0 കാണണമെങ്കിൽ
ഇതിനെ ഇങ്ങോട്ട് മാറ്റുക, അവിടെ എഫിന് അടി കൊണ്ടുവന്ന് എഴുതുക. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, Q1 Q2 എന്ന് പറഞ്ഞാൽ കൂളുംബിൻ്റെ സ്ക്വയർ, ഇവിടെ R² എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ. അപ്പോൾ അടിയിലൊരു ന്യൂട്ടണും ഉണ്ടാവും. അപ്പോൾ കൂളും സ്ക്വയർ ന്യൂട്ടൺ സ്ക്വയർ അടിയിൽ ന്യൂട്ടൺ. അപ്പോൾ ഇതാണ് സി ആണ് ആൻസർ. ഞാൻ ആൻസർ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോകരുത്. പിന്നെ ഇതിനകത്ത് ചാർജ് Q ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈഫ് റിലീസ്ഡ്. അപ്പോൾ ഇതിനകത്ത് ദെൻ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ് ആട്ടോ ആഫ്റ്റർ ഡിസ്റ്റൻസ് y വിൽ ബി. അപ്പോൾ നമ്മളൊരു ചാർജിനെ വിടുകയാണ്, കയ്യിൽ നിന്ന് അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇ ഉണ്ട്, അത് നമ്മളൊരു ചാർജിനെ ഇവിടെ വിടുകയാണ്. ഇഫ് ഇറ്റ് ഈസ് റിലീസ്ഡ് ദെൻ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ് ആഫ്റ്റർ എ ഡിസ്റ്റൻസ് y. അപ്പം കൈനറ്റിക് എനർജി എന്താ, നമുക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് വർക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ചാർജിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജിലുള്ള ഫോഴ്സ് നമുക്ക് എപ്പോഴും ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ചാർജിന് മേലുള്ള ഫോഴ്സ് QE ആണ്, നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഇനി അത് എത്ര ദൂരം സഞ്ചരിച്ചു y, അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ QEY ആണ്, അതാണ് അതിലെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദെൻ കൈനറ്റിക് എനർജി ചാർജ് അല്ല കേട്ടോ, ചേഞ്ച് ആണ്. അപ്പോൾ QEY ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളത് പഠിച്ചു വെക്കണം. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QE ആണ്, QEY ആണ്. പിന്നെ ഇതിനകത്ത് ഒന്നുമില്ലാന്ന് ഇങ്ങനെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾ എന്ത് എഴുതി വെക്കാന്ന് അറിയാം, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 0 എന്ന് അങ്ങ് കുത്തിവെക്കുക, വേറെ ഒന്നുമില്ലാന്ന്. കാരണം എന്താണെന്നറിയോ, ഇതിപ്പോൾ ഒരു പ്ലെയിന്, ഇതിൻ്റെ ഈ പ്ലെയിൻ്റെ ഏരിയ വെക്റ്റർ ഇതിന് പെർപെൻഡിക്കുലറാണ്, ഇങ്ങോട്ടേക്ക് ആയിട്ടുള്ള വരയ്ക്കാൻ പറ്റൂല. അപ്പോൾ അതായത് തിരിച്ച് പുറത്തോട്ട് നിൽക്കുകയെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഏരിയ വെക്റ്റർ അങ്ങനെയാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഈ പ്ലെയിനിലാണ്, അപ്പോൾ അത് പെർപെൻഡിക്കുലറാണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ പ്ലെയിനിലാണെങ്കിലും ഏരിയ വെക്റ്ററും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലറാണ്. കാരണം ഏരിയ വെക്റ്റർ നമ്മൾ ഇങ്ങനെ വരച്ചാലും ഈ പേന ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തി വെച്ച പോലെ, അതായത് ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ഞാൻ വരയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടേ. അപ്പോൾ നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് സ്മാർട്ട് ബോർഡ് ഇറക്കി എന്തിറക്കണം, നമുക്ക് അതിനകത്ത് വീഡിയോ ഒക്കെ ആക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാൻ പറ്റും, എനിക്ക് ഇതിനകത്ത് ഡയഗ്രാം കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് പുറത്തോട്ട് ഇങ്ങനെ തിരിച്ച് നിൽക്കുകയാണ് ഏരിയ വെക്റ്റർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്ലെയിൻ അത് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലക്സ് എന്ന് പറഞ്ഞാലേ ഡോട്ട് പ്രൊഡക്റ്റാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്ലക്സ് 0 ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ഒന്ന് മനസ്സിലാക്കണ്ട, ഇത് പ്ലെയിനിലാണെന്ന് പറഞ്ഞാൽ ഏതാ ഇലക്ട്രിക് ഫീൽഡ് ഈ എന്തോ വണ്ടിയുടെ ഒക്കെ വൻ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല, പുറത്ത് വലിയ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം ഫോർ എ ഫ്യൂ സെക്കൻഡ് ഞാൻ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം എന്തായാലും അതിനകത്ത് ഇപ്പോൾ 20 മിനിറ്റായി. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എത്രയായി, നിങ്ങൾ 2x കാണുകയാണെങ്കിൽ 10 മിനിറ്റ് ആയില്ലേ. അയ്യോ, അപ്പം നിർത്താൻ സമയമായി എനിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യനുകൾ ബാക്കി നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഇപ്പം വേണം, അതിൻ്റെ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ 0 ആണ്. ഇതാ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ സെയിം പ്ലെയിൻ ആണെന്ന് പറഞ്ഞാലേ, നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ പ്ലെയിൻ ആണെങ്കിൽ അവിടെ ഫ്ലക്സ് 0 ആയിരിക്കും. അതാണ് ഇതിനകത്ത് ഉടായിപ്പ്. അത്രയേ ഉള്ളൂ, എല്ലാം ഇപ്പോൾ ചെയ്യാനൊന്നും പോകണ്ട. അപ്പോൾ നിങ്ങൾ ഇതുണ്ടോ നോക്കിയാൽ മതി. സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ സെയിം പ്ലെയിൻ ആണോ, ഒന്നും നോക്കണ്ട, ഇലക്ട്രിക് അവിടെ ഫ്ലക്സ് 0 ആയിരിക്കും. പിന്നെ അതൊക്കെ ചെയ്യാൻ പോകാൻ നിന്നാലേ എ ചാർജ് Q ഇസ് എൻക്ലോസ്ഡ് ഇൻ എ ഗോസിയൻ സർഫസ് ഓഫ് റേഡിയസ് R. അപ്പം നമ്മളൊരു ചാർജ് Q എങ്ങനെ വെക്കുകയാണ്, എവിടെയാണ് വെക്കുന്നത്, ഗോസിയൻ സർഫസ് ഓഫ് റേഡിയസ് R ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് R ആണ്. ഈ റേഡിയസ് ഈസ് ഡബിൾഡ്. അപ്പോൾ റേഡിയസ് നമ്മൾ ഡബിളാക്കി, എടാ ഗോസസ് തിയറം എന്താ പറയുന്നത്, അതിനകത്തുള്ള ചാർജ് എത്ര ഡബിൾ ആക്കിയാലും കാര്യമില്ല, അതിനകത്ത് ഫ്ലക്സ് പുറത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ Q/ε0 ആണ്. ഇതിനകത്തെ ചാർജ് മാറ്റിയാൽ ഫ്ലക്സ് മാറും, അല്ലാണ്ട് എടുത്തോളം അതിനകത്ത് ഒരു മാറ്റം വരില്ല. നിങ്ങൾ റേഡിയസ് ഇനി ഇങ്ങോട്ട് ശൂന്യത എന്താ പറയുക, ഇൻഫിനിറ്റി അങ്ങോട്ട് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനകത്ത് ഫ്ലക്സ് റിമെയിൻസ് സെയിം ആണ്. അപ്പോൾ അതാണ് അതിനകത്ത് ഉടായ്പ്. ഇനി മറ്റൊരു ഉടായ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളോട് ഒരു സെമി സർക്കിള്, അതിൻ്റെ അകത്ത് സെമി സർക്കിള് അല്ലെങ്കിൽ ക്വാർട്ടർ സർക്കിള്, സെമി സർക്കിള്, അതിനകത്ത് ഫുൾ സർക്കിള് ഒക്കെ തരികയാണ് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞാൽ. ഇതിപ്പോൾ സെമി സർക്കിളാണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 2k λ/r ഇൻറ്റു സൈൻ α/2. അത് നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കണം. അപ്പം അതിനകത്ത് 2k എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. അപ്പോൾ അടിയിൽ 4 വരും, മേലെ 2 വരുന്നതുകൊണ്ടാണ് ഇവിടെ λ/2πε0r എന്ന് വരും. അതവിടെ കാണാതെ നിങ്ങൾ പഠിച്ചു വെക്കുക. λ/2πε0 എപ്പോഴും ഒരു ഇതുപോലെ സെമി സർക്കിളോ ക്വാർട്ടർ സർക്കിളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും.
ബാക്കി നിങ്ങൾ സർക്കിളിൻ്റെ നോക്കുക, അതിപ്പോൾ സെമി സർക്കിൾ അല്ലേ, അപ്പോൾ 180 ആണ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ആംഗിൾ 180 ആടാ. അപ്പോൾ 180ൻ്റെ പകുതി എടുക്കുക, 180/2 90. അപ്പോൾ ഇങ്ങനെ വരും λ/2πε0 ഇൻറ്റു sin 90. sin 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. sin α/2 അവിടെ 180/2 ആണ് വരിക. അപ്പോൾ ക്വാർട്ടർ ആണെങ്കിൽ എന്താ വരിക, sin ആൽഫ എന്ന് പറഞ്ഞാൽ ക്വാർട്ടറിലെ ആംഗിൾ എന്താണ്, 90 ആണ്. അപ്പോൾ അവിടെ 45 ആണ് വരിക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിനകത്ത് നിങ്ങൾ 1 ക്വാർട്ടർ ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ആംഗിൾ 90 അല്ലേ വരിക. അപ്പം 90യുടെ പകുതി അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ 2k λ അപ്പോൾ ഇങ്ങനെയല്ലേ വരിക, λ/2πε0 r ഇൻറ്റു sin 90/2 sin 45. അപ്പോൾ അതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്വാർട്ടർ സർക്കിളാണ് ചോദിച്ചെങ്കിൽ, ഇപ്പോൾ ഹാഫ് സർക്കിൾ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഇതല്ലേ വരിക, sin 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇതിനകത്ത് ഒരു ചാർജ് ക്യൂ ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിന്റെ സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഫ്ലക്സ് എന്താണെന്നറിയോ, ഫ്ലക്സ് എന്താ, Q/ε0 ആണ്. അപ്പോൾ ഇതിൽ Q/ε0 വരുന്നതും മേലെ കട്ടായി പോകണം. വരുന്നത് ഇപ്പോൾ ഏതാ ഉള്ളത്, അതാ Q/ε0 ആണ്. അതിൽ ഇനി ഒരു ഫേസിലൂടെ, അപ്പോൾ ക്യൂബിന് 6 ഫേസ് ഉണ്ട്, ടോട്ടൽ Q/ε0 ആണ്. അപ്പോൾ 6 ഫേസിലൂടെയും, അപ്പോൾ ഒരു ഫേസിലൂടെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക, /6 ചെയ്യുക. അപ്പോൾ ഇങ്ങനെയല്ലേ വരിക ഒരു ഫേസിലൂടെ ഉള്ളത്. അപ്പോൾ ഒരു ഫേസിലൂടെ ഉള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ Q/6. അപ്പോൾ ഈ 4π ഇവിടെ വെട്ടിപ്പോവുക, നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാ. ഈ ബാക്കി വരുന്നത് കണ്ടോ, ഇതാണ്. ഇതിനകത്ത് നമ്മൾ വിചാരിക്കും എന്തോ ഇതിനകത്ത് വലിയ കാര്യമാണ്, ഒന്നുമില്ലാന്ന്. അപ്പം എ ചാർജ് Q is situated at the corner of a cube with electric flux through the all 6. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. നേരത്തെ മറ്റേത് സെൻറ്ററിലായിരുന്നു ചാർജ് വെച്ചത്, ഇതൊരു കോർണറിൽ വെച്ചു. കോർണറിൽ വെച്ചാലേ ഇതിന് നമ്മൾ ഗോഷ്യൻ സർഫസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് 8 ക്യൂബ് വെക്കണം. അപ്പോൾ ഒരു ക്യൂബിലൂടെ പോവുക, Q/8ε0 ആണ്. വീണ്ടും നമ്മുടെ വണ്ടിയുടെ ആ ഒരു അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ ഭയങ്കര ശബ്ദ മലിനീകരണം അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല, എൻ്റെ അടുത്തുകൂടെ ഒരു വണ്ടി അങ്ങ് പാസ് ചെയ്ത് അനൗൺസ്മെൻ്റ് ആയിട്ട് പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ സ്റ്റോപ്പ് ആയത്. എനിവേ ഇതിനകത്ത് Q/8ε0 അതിപ്പോൾ പോയി, സൗണ്ട് കുറഞ്ഞു. Q/8ε0 ആണ് ഒരു ക്യൂബിലൂടെ പോവുക. അപ്പോൾ ഒരു ക്യൂബിന് എത്ര ഉണ്ട്, 6 ഫേസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ അപ്പം ഒരു ക്യൂബിലൂടെ പോകുന്നതാണ് കേട്ടോ. ഇനി ഒരു ക്യൂബിൻ്റെ ഓൾ ഫേസിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ക്യൂബിൻ്റെ എല്ലാ ഫേസിലൂടെ എന്ന് പറഞ്ഞാൽ ക്യൂബിലൂടെ ടോട്ടൽ. ഇനി ക്യൂബിൻ്റെ ഒരു ഫേസ് ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ അതിനകത്ത് 8ε0 ഒരു ക്യൂബിനെ അതിനകത്ത് കോർണറിൽ വെക്കുമ്പോഴേ ഈ കോർണർ ടച്ച് ചെയ്ത് നിൽക്കുന്ന 3 സൈഡ് ഉണ്ടല്ലോ, അതിൽ അലോങ് ദ ലൈൻ ആയതുകൊണ്ട് തന്നെ അതിൽ ഫ്ലക്സ് അതിനകത്ത് 0 ആയിരിക്കും. ബാക്കി 3 ഫേസിലെ ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ഫേസിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ /3 ചെയ്യണം. അപ്പം അതിനകത്ത് Q/24ε0 ആണ്. ഓൾ ദ 6 ഫേസിന് പകരം അലോങ് 1 ഫേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓൾ ദ 6 ഫേസ് എന്ന്, അല്ലെങ്കിൽ ഓൾ ദ 3 ഫേസ് എന്നാണെങ്കിലും എന്താണ് വരിക, ഇവിടെ Q/8ε0 ആണ് വരിക. പക്ഷേ അലോങ് 1 ഫേസ് ആണെങ്കിൽ Q/24ε0 ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് കമ്മ്യൂണിറ്റിയിൽ വരും, ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് അടിപൊളി ഓഫറല്ലേ കിട്ടിയിരിക്കുന്നത്. ദെൻ ഇത് ഞാനിപ്പം തൽക്കാലം ചെയ്യുന്നില്ല, കുറച്ച് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനും അതിനകത്ത്, പിന്നെ ഇതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനകത്ത് പറയുവാനുള്ളത്. അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം, കാരണം ഭയങ്കര ലെങ്തി ആയി പോകും. കുറച്ച് രസകരമായിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനകത്ത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൽ, കാരണം ഭയങ്കര ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കണക്ഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടെർമിനൽ വെലോസിറ്റിയും ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ അതിനകത്ത് പിന്നെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എനിവേ അതിനകത്ത് മേജർ അതാണ് പോർഷൻ വരുന്നത്. അപ്പം ഇതിനകത്ത് V/2 ആണ് ആൻസർ വരിക. എന്തായാലും അത് ഞാൻ ഇപ്പം പറയുന്നില്ല. അത് ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ച കുറച്ച് ക്വസ്റ്റ്യൻസേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ലൈവിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ചങ്കയിലെ നമ്മൾ അടുത്ത സീരീസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.